ഹായ്, ഇന്ന് സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അച്ഛനും മോളും കൂടെ കുളിക്കാൻ പോവാണ്. നമുക്ക് പോവാം. ബേബി സ്റ്റേജിൽ കയറുമ്പോഴേ എല്ലാവരും ഇങ്ങനെ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ടേ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. എന്താണ് ഫാദേഴ്സ് ഡേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ടെൻഷൻ ഉണ്ടാ ചില്ലാണ്. ചോദിക്കണേൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടാ. ദൈവത്തിന് എനിക്കറിയാൻ ടെൻഷൻ അടിച്ച് ഫാദേഴ്സ് ഡേക്ക് പോകുന്ന ഒരു ഫാദർ. പേടിയാവണ്ട ചെറുതായിട്ട്. പരിപാടി അച്ഛന്മാരുടെയും മക്കളുടെയും കൂടെ റാമ്പ് വാക്കാണ്. സോ ദിസ് ഇസ് ഔട്ട്ഫിറ്റ് ചെക്ക്. മറ്റേ പിള്ളേരാണെങ്കിലും കാണിക്കുന്നത്. ദിസ് ഇസ് ഔട്ട്ഫിറ്റ്. ഞാൻ ചെയ്ത് മേക്കപ്പ് ആണ് ഗൈസ്. എങ്ങനെയുണ്ടോ കാണിച്ചു കൊടുക്കാൻ കേട്ടാ, ആൾക്കാർ കാണട്ടെ. അങ്ങനെ എൻ്റെ വെറുപ്പിക്കലിന് ശേഷം ഇതുളു വന്നിരിക്കുകയാണ് ഗൈസ്. ക്ലാസ്സിൽ നിന്ന് ആളെ പുറത്തേക്ക് കിട്ടും. അപ്പോൾ ഇതുളു വന്ന് നമ്മുടെ കൂട്ടത്തിലിരിക്കുകയാണ്. റാം വാക്ക് തുടങ്ങാൻ പോകുന്ന ആറ് സച്ചിക്ക് ചെറിയ ടെൻഷനുണ്ട്. ഇതിലൂരാണെങ്കിൽ ഒട്ടും ടെൻഷനില്ല. ഇതിലൂ വരെ ചില്ലാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ റാം വാക്കിന് റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ പോയിട്ട് അച്ഛനും മോളും കൂടെ ലൈനൊക്കെ നിന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ കയറി സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച പോലെയൊക്കെ രണ്ടുപേരും ചെയ്യുമോ എന്നറിയത്തില്ല. എന്തായാലും കുറേ നല്ല പാരൻസ് വന്നിട്ട് അവരവരുടെ പെർഫോമൻസ് കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഫാദേഴ്സ് അവരുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന കുറച്ച് ടൈം എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഫോർ എവർ മെമ്മറിയാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാ ഫാദേഴ്സും വന്ന എല്ലാവർക്കും വലിയ വലിയ നന്ദി. ഞാൻ കുറച്ച് പേരുടെയൊക്കെ വീഡിയോസ് എടുത്തു. നമ്മുടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അച്ഛനും മോളും എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കുറച്ച് റൗണ്ടൊക്കെ ചെയ്തു. സച്ചിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. സ്റ്റേജിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ വന്ന് രണ്ടുപേരും നിന്നു. പിന്നെ കുറേ ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. ദിസ് ഇസ് എന്താ പറയുക, അടിപൊളി പരിപാടിയായിരുന്നു. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇതൊരു ഫോർ എവർ മെമ്മറിയാണ്. അങ്ങനെ കഴിഞ്ഞു. ഇതിൽ വന്നു. പിന്നെ കുട്ടികളുടെ ഒരു പാട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിലൂടെ തിരിച്ച് ക്ലാസ്സിലാക്കി ഞങ്ങൾ ഇറങ്ങുകയാണ്. ബൈ.